Students, good morning all of you. Next നമ്മളെ ടൈപ്സ് ഓഫ് ടൂറിസത്തിൽ വരുന്നത് അസസബിൾ ടൂറിസം ആണ്. അസസബിൾ ടൂറിസം എന്ന് പറയുന്നതും നമ്മളെ സസ്റ്റൈനബിൾ റെസ്പോൺസിബിൾ ടൂറിസം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടൂറിസം ആണ്. അപ്പൊ ഇതില് നമ്മൾ ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ എല്ലാവർക്കും അസസബിൾ ആവണം. ടൂറിസം എന്ന് പറയുന്നത് എല്ലാ ലെവലിലുള്ള ടൂറിസ്റ്റിനും അല്ലെങ്കിൽ പബ്ലിക്കിനും അല്ലെങ്കിൽ പീപ്പിൾസിനും ഇതെന്താവണം, അസസബിൾ ആവേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ടൂറിസം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നു, അസസബിൾ ടൂറിസം എന്ന് പറയുന്നു. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അസസബിൾ ടൂറിസത്തിന്റെ meaning. Accessibility in tourism is a social right. Everyone should have access regardless of where they come from, their age, their gender, any disabilities they may have, how much money they earn, etc. അപ്പോൾ accessibility എന്ന് പറയുന്നത് എന്താണ്? accessibility in tourism എന്ന് പറയുന്നത് is a social right for everyone. എല്ലാവർക്കുമുള്ള ഒരു സോഷ്യൽ റൈറ്റ്സ് ആണ് എന്ത്, accessibility in tourism എന്ന് പറയുന്നത്. ഷുഡ് ഹാവ് അസസ്. ഇതില് നമ്മൾ എന്താണ്, വേരിയേഷൻസ് ഇല്ലാതെ വെയർ ദേ കം ഫ്രം, എവിടെ നിന്നാണ് വരുന്നത്, അവരുടെ ഏജ് എന്താണ്, അവരുടെ ജെൻഡർ എന്താണ്, അവർക്ക് എന്ത് ഡിസബിലിറ്റീസ് ഉണ്ട്, ഇതൊന്നും നോക്കാതെ എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഒരു റൈറ്റ്സിനെയാണ് എന്ത് പറയുന്നു, അസസബിലിറ്റി ടൂറിസം എന്ന് പറയുന്നത്. അല്ലെ അസസബിൾ, എല്ലാവർക്കും അസസബിൾ ആയിരിക്കണം, എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടിരിക്കണം എന്ന് പറയുന്നത് ടൂറിസം എന്ന് പറയുന്നത്. അതില് ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒന്നും അവിടെ ഒരു ഡ്രോബാക്ക് അല്ല, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ല. ഇതിൽ എന്ത് പോരായ്മ ഉണ്ടെങ്കിലും എന്തായിരിക്കണം, എല്ലാവർക്കും ടൂറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ടൂറിസം എന്ന് പറയുന്ന ആക്ടിവിറ്റി എല്ലാവർക്കും അസസബിൾ ആവണം. അതൊരു അവരുടെ സോഷ്യൽ റൈറ്റ്സ് ആണ് എന്നാണ് പറയുന്നത്. ദെൻ അല്ലെങ്കിൽ ഇതിനെ എന്ത് പറയാം, ഈ അസസബിലിറ്റി ടൂറിസത്തിന് ഷോർട്ടായിട്ട് നമുക്ക് എന്ത് പറയാം, ടൂറിസം ഫോർ ഓൾ. എല്ലാവർക്കും ടൂറിസം എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാവർക്കും എലിജിബിൾ ആയിട്ടുള്ള ഒന്നാണ്. അസസബിൾ ടൂറിസം ഈസ് ക്ലോസ്ലി അലൈൻഡ് വിത്ത് ദി പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം. ഇത് സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ പ്രിൻസിപ്പിളായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള ഒരു ടൂറിസമാണ് ഏത്, അസസബിൾ ടൂറിസം. ഇൻ ഓർഡർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു ബി സസ്റ്റൈനബിൾ, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് അസസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സസ്റ്റൈനബിൾ ടൂറിസവും റെസ്പോൺസിബിൾ ടൂറിസവുമായിട്ടൊക്കെ നല്ലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള ഒരു ടൂറിസമാണ് ഏത്, അസസബിൾ ടൂറിസം. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് പറയാം, ടൂറിസം ഫോർ ഓൾ. അപ്പൊ അസസബിൾ ടൂറിസം എന്ന് പറയുന്നത് എന്താണ്, ടൂറിസം ഫോർ ഓൾ. ദെൻ ഇതിന്റെ ഫാക്ടേഴ്സ്, ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇതിൽ ചില ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അസസബിൾ ടൂറിസത്തിൽ. ഫസ്റ്റ് വരുന്നത് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. ഈ എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, during times of financial hardship such as an economic recession, the tourism industry is one of the first areas to suffer. Therefore, disposable income is a key contributor to the travel and tourism industry. നമ്മളെ കൺട്രീസിൽ എക്കണോമിക് റിസഷൻസ് വരുമ്പോൾ ഫസ്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതാണ്, ടൂറിസം ഇൻഡസ്ട്രീസ് ആണ്. അപ്പം ഇതിനെ ഡിസ്പോസൽ ചെയ്യണമെങ്കിലും എന്തുണ്ടായിരിക്കണം, ഈ ടൂറിസം ഇൻഡസ്ട്രീസിൽ കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ നമ്മളെ കൺട്രീസിൽ വരുന്ന എക്കണോമിക് റിസഷൻസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് ആയിട്ട് വരുന്ന എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. അതാണ് ഈ ടൂറിസത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്.
സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് കൺട്രോൾ. എ കീ കോൺട്രിബ്യൂട്ടർ ടു അസസബിൾ ടൂറിസം ഈസ് പ്രൈസ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് ആണ്. അസസബിൾ ടൂറിസത്തിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? പ്രൈസ് ആണ്. ഇഫ് ദ പ്രൈസ് ഓഫ് ട്രാവൽ ഈസ് ടു ഹൈ മെനി പീപ്പിൾ വിൽ നോട്ട് ഏബിൾ ടു അസസ് ഇറ്റ്. നമ്മളെ ട്രാവലിന്റെ പ്രൈസ് വളരെ കൂടുതലാണെങ്കിൽ കൂടുതലായിട്ടുള്ള പീപ്പിൾ ഇതില് വില്ലിങ് ആവാറില്ല. അപ്പം പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ഫാക്ടർ ആണ് ഏതില്? അസസബിൾ ടൂറിസത്തില്. നെക്സ്റ്റ് വൺ കോസ്റ്റ് ഓഫ് living. Cost of living in both the tourism and traveler region and the tourism destination region can have a significant impact on accessible tourism. Next one എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്. നമ്മളെ എവിടെയാണ്, നമ്മളെ റീജിയൻ എവിടെയാണ്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന റീജിയൻ എവിടെയാണ്, നമ്മളെ ഡെസ്റ്റിനേഷൻസ് എവിടെയാണ്, അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നെക്സ്റ്റ് വൺ എക്സ്ചേഞ്ച് റേറ്റും ഇന്റർനാഷണൽ ടൂറിസത്തിൽ ഒരു പർട്ടിക്കുലർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് എക്സ്ചേഞ്ച് റേറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഇത്രയുമാണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത്. എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? അസസബിൾ ടൂറിസത്തിൽ വരുന്ന എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത് ടൈം, ഫിനാൻഷ്യൽ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ്, ദെൻ കോസ്റ്റ് ഓഫ് ട്രാവൽ, ദെൻ കോസ്റ്റ് ഓഫ് ലിവിങ്, എക്സ്ചേഞ്ച് റേറ്റ്. ഫിനാൻഷ്യൽ പരമായിട്ട് വരുന്ന എക്കണോമിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഒക്കെ എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നുണ്ട്. ഇതൊക്കെ ടൂറിസത്തിനെ അഫക്ട് ചെയ്യുന്ന എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഫസ്റ്റ് വൺ അവൈലബിലിറ്റി ഓഫ് ലെഷർ ടൈം. ലെഷർ ടൈം ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്താണ് ടൂർ എന്ന് പറയുന്നത് അല്ലെ. അസസബിൾ ടൂറിസം ഈസ് ഡിപ്പെൻഡന്റ് ഓൺ വെദർ എ പേഴ്സൺ ഹാസ് ദി ഫ്രീ ടൈം ടു സ്പെൻഡ് ഓൺ ടൂറിസം. നമുക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ, ഒരു പേഴ്സണിന് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഏതിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, ഈ ടൂറിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചർ ഓഫ് എംപ്ലോയ്മെന്റ്. വെദർ യു ഹാവ് എ ലോട്ട് ഓഫ് ടൈം ടു സ്പെൻഡ് ഓൺ ട്രാവൽ ആൻഡ് ടൂറിസം ഓർ നോട്ട് ക്യാൻ ബി ഡിപ്പെൻഡന്റ് ഓൺ ദി ടൈപ്പ് ഓഫ് എംപ്ലോയ്മെന്റ് ദാറ്റ് യു ഹാവ്. നമ്മളെ ജോലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മളെ എംപ്ലോയ്മെന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് കൂടുതലായിട്ട് ലെഷർ ടൈം കിട്ടുവാണെങ്കിൽ മാത്രമേ എന്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ, ട്രാവൽ ആൻഡ് ടൂറിസത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മളെ ടൈം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെ ട്രാവൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടൂർ എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നാച്ചർ ഓഫ് എംപ്ലോയ്മെന്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽത്ത് കണ്ടീഷൻസ്. ഒരു പേഴ്സൺ ഫിസിക്കൽ എബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഏതിലോട്ട് വരാൻ പറ്റൂ? അസസബിൾ ആവാൻ പറ്റൂ ടൂറിസത്തിലോട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേജ് ഓഫ് ലൈഫ്. Accessible tourism should enable people to assess tourism no matter with what stage of life. നമ്മളെ ലൈഫ് സ്റ്റേജ് എന്താണ്, നമ്മൾ ഏത് സ്റ്റേജ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ ടൂർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എഡ്യൂക്കേഷൻസ് അല്ലെ. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും എഡ്യൂക്കേറ്റഡ് അല്ലാത്തവർക്കും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് അസസബിൾ ടൂറിസത്തിൽ. ഇത്രയുമാണ് ഏതിൽ വരുന്നത്? സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അപ്പൊ സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഏതൊക്കെയാന്ന് വെച്ചാല് ലെഷർ ടൈം, നാച്ചർ ഓഫ് എംപ്ലോയ്മെന്റ്, ഹെൽത്ത് കണ്ടീഷൻ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഏതിൽ വരുന്നത്? സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. ഡിഫറെന്റ് പീപ്പിൾ കം ഫ്രം ഡിഫറെന്റ് സോഷ്യൽ എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ് ഈസ് ഷുഡ് നോട്ട് മേക്ക് ടൂറിസം എനിമോർ ആർ ലെഷർ അസസബിൾ. ഇത് ഡിഫറെന്റ് പീപ്പിൾ ഡിഫറെന്റ് എൻവയോൺമെന്റിൽ ഉള്ളവരാണ്. ഇത് എല്ലാവരെയും ഒരേ ലെവലിൽ അസസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതും ഒരു സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നതും ഒരു ഫാക്ടർ ആണ്. Then access to transport. Some people have more access to transport than others. This is commonly noted when
Comparing city living to rural living, in towns and cities there is typically a wider range of transport options than in rural areas. നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻസ് ആണ്. അപ്പോൾ ഒരു ടൂർ എന്ന് പറയുമ്പോൾ തന്നെ ട്രാൻസ്പോർട്ട് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സിറ്റിയിലാണെങ്കിൽ അതിന് നല്ല ഫെസിലിറ്റീസും, റൂറൽ ഏരിയാസിനാണെങ്കിൽ അതിന് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ലെവലാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതും ട്രാൻസ്പോർട്ടേഷൻസും എന്താണ് ടൂറിസത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഈ ഫാക്ടേഴ്സ് എല്ലാം സോഷ്യൽ എൻവയോൺമെന്റിലും അതുപോലെ സോഷ്യൽ ഫാക്ടേഴ്സിലും ഒക്കെ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോട്ടിവേഷൻസിൽ പറയുന്നത് ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് മോട്ടിവേറ്റഡ് ടു വിസിറ്റ് എ സർട്ടൻ ഏരിയ ദേ പ്രോബബ്ലി ഇറ്റ് ഈസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരു പർട്ടിക്കുലർ ഏരിയയെ നമ്മൾ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ അതിന് എന്ത് വരില്ല, അത് അവിടെ പോവാനുള്ള ഒരു എന്താ ഒരു നമുക്ക് പോകണമെന്നുള്ള ഒരു ചിന്ത വരാറില്ല. അപ്പൊ അങ്ങനെ മോട്ടിവേഷൻസ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. അതുപോലെ തന്നെ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്. എ പേഴ്സൺ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ് ക്യാൻ ബി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ അക്സസിബിൾ ടൂറിസം. നമുക്ക് കൾച്ചറൽ ആയിട്ട് വരുന്ന ആറ്റിറ്റ്യൂഡും മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. നെക്സ്റ്റ് വൺ പറയുന്നത് ഇമേജസ് ഓഫ് ഡെസ്റ്റിനേഷൻ. നമ്മൾ ആ ഡെസ്റ്റിനേഷൻസിനെയൊക്കെ കാണുക, നമ്മള് അതിന്റെ ഇമേജും അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിലൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും, അത് കാണണമെന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഡെസ്റ്റിനേഷൻസിന്റെ ഇമേജസും കൂടുതലായിട്ട് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ചിലർക്ക് കൂടുതൽ ദൂരം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇഷ്യൂ അല്ല. ചിലർക്ക് എന്താണ് കൂടുതൽ ഡിസ്റ്റൻസ് പോകുന്നതിന് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പം അവിടെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നൻ ഫിയർ. ചിലർക്ക് പേടി തോന്നാറുണ്ട്. ചിലര് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പോവാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ ആ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഒക്കെ അവർക്ക് വളരെയധികം ഫിയർ തോന്നുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതും ഒരു ഫാക്ടറാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടും ഒരു അസസബിൾ ടൂറിസത്തിന് അല്ലെങ്കിൽ നമ്മൾ ടൂറിസത്തിന് അസസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അസസബിൾ ടൂറിസം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എന്താണ് ടൂറിസം ഫോർ ഓൾ. ടൂറിസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു റൈറ്റ്സ് ആണ്, ഒരു സോഷ്യൽ റൈറ്റ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അപ്പൊ അസസബിൾ ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, ടൂറിസം ഫോർ ഓൾ ആണെന്ന് പറയാം. ഇത് സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് നല്ല ക്ലോസ് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഒരു ടൂറിസമാണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ടൂറിസമും ഇതുമായിട്ട് നല്ല കണക്ഷൻസ് ഉള്ളതാണ്. ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ വരുന്ന ഫസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. സോഷ്യലായിട്ട് എങ്ങനെയാണ് ടൂറിസത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടൂറിസത്തിന് അസസ് ചെയ്യാതിരിക്കാനുള്ള സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആ ടൂറിസമായിട്ട് അടുപ്പിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നോക്കി. അതുപോലെ തന്നെ മോട്ടിവേഷണൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ നോക്കി. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ അതിൽ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യുകയും നമുക്ക് കൂടുതലായിട്ട് അതുമായിട്ട് നല്ലൊരു അട്രാക്ഷൻസ് നമുക്ക് ആ ഇമേജസ് ഒക്കെ കാണുകയും അല്ലെങ്കിൽ നമ്മൾ ആ പിക്ചറൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ പ്ലേസിൽ പോകണം എന്നൊക്കെ തോന്നും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കൂടുതലായിട്ടുള്ള മോട്ടിവേഷൻസ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ സൈക്കോളജിക്കൽ പരമായിട്ട്
നമ്മൾ കൂടുതൽ മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ നമുക്ക് ടൂറിസത്തിലോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ ഫാക്ടേഴ്സിൽ പറയുന്നത് എന്താണ്, നമ്മളെ എംപ്ലോയ്മെന്റ് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓരോ ടൂറിസമും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മളെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ നമ്മളെ ലെഷർ ടൈം, നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ആ ടൂറിസത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കാറുള്ളൂ. എക്കണോമിക് ഫാക്ടേഴ്സിൽ പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫിനാൻസ് ആണ്. നമുക്കിപ്പം നമ്മളൊരു ടൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉടനെ ചോദിക്കുന്നത് എന്താണ്, അതിന്റെ കോസ്റ്റിനെ കുറിച്ചാണ്. അപ്പൊ അതിന് എക്കണോമിക് പരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ആദ്യം പറഞ്ഞത്. സെക്കൻഡ് നമ്മളെ നോർമൽ ലൈഫുമായിട്ട് സോഷ്യൽ ലൈഫുമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയും തേർഡ് വൺ എന്ന് പറയുന്നത് സൈക്കോളജിക്കലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്.